മെയിൽ നോക്കുക. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള റഫറൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. അവിടെ നിങ്ങൾ ഇമെയിൽ ഐഡി ടൈപ്പ് ചെയ്ത് ശരിയായിട്ടുള്ള ഇമെയിൽ ഐഡി കൊടുക്കണം. ഇമെയിൽ ഐഡി മാത്രമാണ് ആവശ്യമുള്ളത്. ഞാനാണ് നിങ്ങൾക്ക് ലിങ്ക് അയച്ചത്. അവരുടെ റഫറൽ ഐഡി ഇവിടെ കാണിക്കും. അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇമെയിലിലേക്ക് ഒരു കോഡ് വരും. ഇമെയിൽ വെരിഫിക്കേഷൻ കോഡ്. നമുക്ക് ഇമെയിലിന് ഇവിടെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇമെയിലിൽ വന്ന കോഡ് ടൈപ്പ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന ഒരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് മൊബൈൽ നമ്പർ ടൈപ്പ് ഇന്ത്യയിൽ നിന്നാണ് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇന്ത്യ സെലക്ട് ചെയ്ത് ആയിട്ടുണ്ട്. +91 എന്നാണ് കാണിക്കുന്നത്. ശരിയായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ കൊടുത്തു. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുന്നു. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് കോൺടാക്ട് കോച്ചിനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ബട്ടൺ കൊടുക്കും. നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുമ്പോൾ ഡൗൺലോഡ് യു ട്രേഡിംഗ് എന്നൊരു പേജ് ആണ് വരുന്നത്. ഇൻസ്റ്റാൾ യു ട്രേഡിംഗ് ആപ്പ് ആൻഡ് സ്റ്റാർട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഡൗൺലോഡ് എന്ന സെക്ഷനിൽ ടച്ച് ചെയ്യുക. ആൻഡ്രോയിഡ് ഫോൺ ആണ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ കാണാൻ പറ്റും ട്രേഡേഴ്സ് ട്രസ്റ്റസ് 3,63,516 ട്രേഡേഴ്സ് ആണ് ഇപ്പോൾ ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൈൻ ഇൻ ആൻഡ് സൈൻ അപ്പ് എന്ന സെക്ഷൻ ആദ്യം വരുന്നത്. നമ്മൾ ആദ്യം സൈൻ ചെയ്തത് റഫറൽ ലിങ്കിലൂടെയാണ്. സൈൻ ഇൻ ചെയ്തത് നമ്മൾ ആദ്യം ഉപയോഗിച്ച അതേ ഇമെയിൽ കൊടുത്ത് ലോഗിൻ ചെയ്യണം. നമ്മൾ ആദ്യം സൈൻ അപ്പ് ചെയ്ത അതേ ഇമെയിൽ കൊടുക്കുക. ഇവിടെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇമെയിലിലേക്ക് ഒരു കോഡ് വരും. ആ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കോഡ് ടൈപ്പ് ചെയ്ത് ലോഗിൻ ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ പേജാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് എല്ലാ ഡാറ്റയും നമുക്ക് കാണാൻ പറ്റും. ആദ്യമായിട്ട് API ബൈൻഡ് ചെയ്യാം. API ബൈൻഡിംഗ് എന്ന ഈ ഒരു സെക്ഷൻ ഉണ്ട്. സാധാരണ എല്ലാ എക്സ്ചേഞ്ചിലും ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് API ബൈൻഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ API ബൈൻഡിംഗിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിരവധി എക്സ്ചേഞ്ചുകളാണ് ഇതിനകത്ത് API ബൈൻഡ് ചെയ്യാൻ പറ്റുന്നത്. OKX ഉണ്ട്, ബൈബിറ്റ് ഉണ്ട്, ബിറ്റ്ഗെറ്റ് ഉണ്ട്, KuCoin ഉണ്ട്, Bitfinex ഉണ്ട്, HTX ഗ്ലോബൽ, Kraken, Coinbase, BingX, MEXC, Gate.io ഇത്രയും എക്സ്ചേഞ്ചുകളിൽ API ബൈൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ബൈനാൻസിനാണ് ബൈൻഡ് ചെയ്യുന്നത്. ഏറ്റവും ടോപ്പിൽ കാണുന്ന ഇവിടെ സ്പോട്ട് ആൻഡ് USDM ഫ്യൂച്ചേഴ്സ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ടോപ്പിൽ കാണുന്ന ഇതിൽ ഒന്ന് ടച്ച് ചെയ്യുക. നമുക്ക് ഇവിടെ IP അഡ്രസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ബൈനാൻസിനുള്ള API കീ ഇവിടെ ടൈപ്പ് ചെയ്യണം. അതുപോലെ തന്നെ സീക്രട്ട് കീ. ഈ രണ്ട് കാര്യങ്ങൾ ബൈനാൻസിൽ എടുക്കുന്നത് എന്ന് നമുക്ക് കാണിക്കാം. ഇവിടെ ബൈനാൻസ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും ടോപ്പിൽ കാണുന്ന ബൈനാൻസിന്റെ ഐക്കോണിൽ ഒന്ന് ടച്ച് ചെയ്യുക. ഇവിടെ ബൈനാൻസിന്റെ ഐക്കോണിൽ ടച്ച് ചെയ്തതിനു ശേഷം മോർ സർവീസിൽ പോകുക. സാധാരണ API ബൈൻഡ് ചെയ്യുന്ന അതേ സിസ്റ്റം തന്നെയാണ്. സ്ക്രീൻ മുകളിലോട്ട് ഉയർത്തുക. ഏറ്റവും താഴെ അതേ സെക്ഷനിൽ API മാനേജ്മെന്റ് എന്ന സെക്ഷൻ ഉണ്ട്. ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുക. ഇവിടെ ക്രിയേറ്റ് API എന്ന സെക്ഷനിൽ ടച്ച് ചെയ്യുക. ഇവിടെ സിസ്റ്റം ജനറേറ്റർ സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. APIയുടെ പേര് കൊടുക്കാൻ പറയുന്നത്. APIയുടെ പേര് കൊടുക്കാം. ഞാൻ ഇവിടെ പേര് കൊടുത്തത് യു ട്രേഡിംഗ് ബോട്ട്സ് എന്ന പേര് കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തു. ഓർത്തിരിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ഓതന്റിക്കേഷൻ ചോദിക്കും. ഓതന്റിക്കേഷൻ ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഓതന്റിക്കേഷൻ കൊടുത്തു ടൈപ്പ് ചെയ്ത അതേ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ API കീ ഇവിടെ കോപ്പി ചെയ്യണം. അതുപോലെ തന്നെ താഴെ കാണുന്ന ചെറിയ ആരോ മാർക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സീക്രട്ട് കീ ഇവിടെയാണ് കിട്ടുന്നത്. ഇവിടെ API കീയും സീക്രട്ട് കീയും കോപ്പി ചെയ്ത് യു ട്രേഡിംഗിന്റെ ആപ്പിൽ ഇത് പേസ്റ്റ് ചെയ്യണം. ഞാൻ ഇവിടെ API കീയും സീക്രട്ട് കീയും പേസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന IP അഡ്രസ് ഇവിടെ കുറേ നമ്പറുകളാണ് കാണിക്കുന്നത്. ഇത് ഇവിടെ കോപ്പി ചെയ്യുക. ഇവിടെ കോപ്പി ആയിട്ടുണ്ട്. അതിനുശേഷം ബൈനാൻസിലേക്ക് പോകുന്നു. ഇവിടെ ബൈനാൻസിൽ വന്ന ശേഷം എഡിറ്റ് എന്ന ഈ സെക്ഷൻ നമ്മുടെ QR കോഡിന്റെ മുകളിലായിട്ട് എഡിറ്റ് എന്ന സെക്ഷനിൽ ടച്ച് ചെയ്യുക. അതിനുശേഷം സ്ക്രീൻ അല്പം മുകളിലേക്ക് ഉയർത്തുക. ഇവിടെ റെസ്ട്രിക്ട് ആക്സസ് ടു ട്രസ്റ്റഡ് IP അഡ്രസ് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തതിനു ശേഷം ഈ തൊട്ട് താഴെയായിട്ട് നമ്മൾ കോപ്പി ചെയ്ത IP അഡ്രസ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം എനേബിൾ സ്പോട്ട് ആൻഡ് മാർജിൻ ഇത് ഞാൻ എനേബിൾ ചെയ്യുന്നു. സ്പോട്ട് ആൻഡ് മാർജിൻ എനേബിൾ ചെയ്യുകയാണ്. അതുപോലെ തന്നെ എനേബിൾ ഫ്യൂച്ചറും എനേബിൾ ചെയ്യുന്നു. ഈ രണ്ട് ഓപ്ഷൻ ഇവിടെ എനേബിൾ ചെയ്തു. പിന്നെ നമ്മൾ ഇതിനൊന്നും പെർമിഷൻ കൊടുക്കുന്നില്ല. അതിനുശേഷം നമുക്ക് ഏറ്റവും ടോപ്പിൽ QR കോഡിന്റെ മുകളിൽ ബട്ടണിൽ സേവ് ചെയ്യണം. QR കോഡിന്റെ മുകളിൽ വന്ന ഈ ഒരു ബട്ടണിൽ നമുക്ക് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ ഗൂഗിൾ ഓതന്റിക്കേഷൻ നമ്മളോട് ചോദിക്കും. അതുപോലെ ഇമെയിൽ നിങ്ങൾ എന്താണ് പാസ് ചെയ്യുകയാണെങ്കിൽ പാസ് കീ ചോദിക്കുക. വെരിഫൈ ചെയ്യുക. ഞാൻ ഇത് രണ്ടും വെരിഫൈ ചെയ്തു. വെരിഫൈ ചെയ്തപ്പോൾ എന്റെ API ഇവിടെ ബൈൻഡ് ആയിട്ടുണ്ട്. യു ട്രേഡിന്റെ വാലറ്റിലേക്ക് പോകണം. യു ട്രേഡിന്റെ വാലറ്റിൽ വന്ന ശേഷം ഇമ്പോർട്ട് എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഡൺ ആയിട്ടുണ്ട്. API ഈസ് റണ്ണിംഗ് നോർമലി എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് മോഡിഫൈ ചെയ്യുന്നില്ല. ബാക്കിലേക്ക് പോകുന്നു. തിരിച്ച് നമ്മൾ ഹോം പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഹോം പേജിൽ വന്നു. അതിനുശേഷം അസറ്റ് എന്ന സെക്ഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബൈനാൻസിൽ എനിക്കുള്ള എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ബൈനാൻസിന്റെ സ്പോട്ടിലാണ് ഈ എമൗണ്ട് കിടക്കുന്നത്. ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. ഫസ്റ്റ്ലി ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ഏതൊക്കെ പാക്കേജാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ അക്കോർഡിംഗിലാണ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യം കാണിക്കാം എങ്ങനെയൊക്കെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഏതാണ് ബെനിഫിറ്റ് എന്ന്. അങ്ങനെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ബെനിഫിറ്റ് വേണമെങ്കിൽ കൂടുതൽ ഗ്യാസ് ആവശ്യമായിട്ട് വരും. നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം ഗ്യാസിനോട് എന്തൊക്കെയാണ് ബെനിഫിറ്റ് നോക്കാം. യു ഗ്യാസ് എന്ന ഈ ഒരു സെക്ഷനിൽ ടച്ച് ചെയ്യുക. കുറെ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. $45 ഉണ്ടെങ്കിൽ നമുക്ക് $4500 ഗ്യാസ് കിട്ടും. $100 അത് 95 നമ്മൾ അടച്ചാൽ മതി 10,000 ഗ്യാസ് കിട്ടും. $450 ഉണ്ടെങ്കിൽ 60,000 ഗ്യാസ് ഇവിടെ ലഭിക്കും. ഇങ്ങനെ താഴേക്ക് വീണ്ടും കുറച്ചുകൂടെ ഡാറ്റകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ഓഫർ ഉണ്ട്. ഓഫർ അവൈൽ ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഗ്യാസ് ഇവിടെ ലഭിക്കുന്നുണ്ടാവും. $100 സ്ഥാനത്ത് 5% ഡിസ്കൗണ്ട് ആണെങ്കിൽ 95 കൊടുക്കണം. 95 കൊടുക്കുമ്പോൾ നമുക്ക് 10,000 ഗ്യാസ് ആണ് ലഭിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഓഫറാണ്. $100 ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഗ്യാസ് ലഭിക്കും. 15,000 ഗ്യാസ് ആണ് ലഭിക്കുന്നത്. $280 വിലയുള്ള ഒരു പാക്കേജാണ്. 15,000 യു ഗ്യാസ് ലഭിക്കും. അതുപോലെ തന്നെ CVIP1 ഓപ്പൺ ആകും. അതായത് നമുക്ക് റെഫർ ചെയ്യാനുള്ള ID ഓപ്പൺ കിട്ടും. TVIP ട്രേഡ് ചെയ്യാനുള്ള VIP1 സെക്ഷൻ ഓപ്പൺ ആകും. ഇനി ഇവിടെ ബൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ് വേണ്ടിയത്. പക്ഷേ ആദ്യം നമുക്ക് മിനിമം $100 ഇവിടെ ആഡ് ചെയ്യണം. ഇത് കൂടാതെ ഒരു ഓഫർ കൂടെ നമുക്ക് ഒരു ഓഫർ ഉണ്ട്. ആ ഓഫറിന് വേണ്ടി CVIP ലിമിറ്റഡ് ഓഫറാണ്. ഈ CVIP എന്ന് ടച്ച് ചെയ്യുക. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് $480 ഉണ്ടെങ്കിൽ 48,000 ഗ്യാസും TVIP2 ഇവിടെ ഓപ്പൺ ആകും. പക്ഷേ ഇതിന്റെ ഓഫർ പ്രോഗ്രാം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് $490 72,000 ഗ്യാസ് ലഭിക്കുന്ന ഒരു പ്രോഗ്രാം. നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് ഡെപ്പോസിറ്റ് ആദ്യം ചെയ്യണം. ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയുന്നത് നമുക്ക് ടോട്ടൽ ഒരു $490 ആവശ്യം വരുന്നത് നമ്മൾ രണ്ട് സെക്ഷനായിട്ട് വാങ്ങുമ്പോൾ. കാരണം ഇവിടെ 10,000 ബെനിഫിറ്റ് നമുക്ക് കിട്ടണം. അതുപോലെ തന്നെ CVIP2 ആവശ്യമാണെങ്കിൽ ഇത് എടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഒറ്റ പാക്കേജ് മാത്രമാണ് എടുക്കുന്നത് എങ്കിൽ മാത്രം നിങ്ങൾ ചെറിയ പാക്കേജ് എടുക്കുക. $100 ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് $500 മാത്രമാണ് ട്രേഡിംഗിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതേസമയം നമ്മൾ CVIP2 വരുന്നതെങ്കിൽ ഇവിടെ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ആണുള്ളത്. നമുക്ക് $1000 മുതൽ $2,000 വരെ ട്രേഡിംഗ് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ കൂടുതൽ എമൗണ്ട് ആണ് ട്രേഡിംഗ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ കൂടുതൽ ലാഭം എടുക്കാൻ പറ്റും. ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഒരു $500 ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിവിടെ ഡെപ്പോസിറ്റ് ഈ ഒരു സെക്ഷനിൽ ടച്ച് ചെയ്യുക. ഡെപ്പോസിറ്റിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു QR കോഡ് ലഭിക്കും. അതുപോലെ തന്നെ ഒരു ഡെപ്പോസിറ്റ് അഡ്രസ് ലഭിക്കും. ഇവിടെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പോളിഗോൺ നെറ്റ്വർക്ക് ആണ്. അതായത് മാറ്റിക്കിന്റെ നെറ്റ്വർക്ക് ആണ് യൂസ് ചെയ്യുന്നത്. പോളിഗോൺ POS ബൈനാൻസിൽ നിന്ന് ഇതേ നെറ്റ്വർക്കിൽ വേണം ഫണ്ട് ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ചിലപ്പോൾ ആദ്യം ഇവിടെ നിന്ന് ഈ അഡ്രസ് കോപ്പി ചെയ്യുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പോളിഗോൺ മാറ്റിക്കിന്റെ നെറ്റ്വർക്ക് ആണ്. ഇവിടെ അഡ്രസ് ഇവിടെ കോപ്പി ചെയ്യുന്നു. ബൈനാൻസിൽ പോയിട്ട് ബൈനാൻസിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം കണ്ടിന്യൂ കാണിക്കാം. ഞാൻ ബൈനാൻസിൽ നിന്ന് $500 ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ $499.92 ആയിരിക്കും യു ട്രേഡിന്റെ ആപ്ലിക്കേഷനിൽ എത്തുന്നത്. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. കാരണം മാറ്റിക്കിന്റെ നെറ്റ്വർക്ക് വളരെ സ്ലോ ആണ്. ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യു ട്രേഡിന്റെ വാലറ്റിൽ വരുന്നത് $499.92 499.92 ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് യു ഗ്യാസ് എന്ന ഈ ഒരു പോർഷനിൽ ആദ്യം ടച്ച് ചെയ്യണം. യു ഗ്യാസിൽ ടച്ച് ചെയ്തു. അതിനുശേഷം ഞാൻ ആദ്യം ബൈ ചെയ്യുന്നത് 15,000 ഈ ഓഫർ ആയിട്ടുള്ള ഈ പാക്കേജ് ബൈ നൗവിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഇതാണ് 15,000 യു ഗ്യാസ് ആണ് കിട്ടുന്നത്. TVIP1 CVIP1 and SVIP1 ഇത് നമുക്ക് ഓപ്പൺ ആകും. കട്ടാകുന്ന $100 ആണ് ഇവിടെ നിന്ന് കട്ടാകുന്നത്. എനിക്ക് 499 ഉണ്ട്. ഇവിടെ ബൈ ചെയ്യുന്നു. പർച്ചേസ് സക്സസ്ഫുൾ ഒറ്റ ക്ലിക്ക് മാത്രമാണ് ഇവിടെ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു 15,000 ഗ്യാസ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. $100 പാക്കേജ് ബൈ ചെയ്തപ്പോൾ എനിക്ക് 15,000 ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഹോം പേജിലേക്ക് പോകും. അതിനുശേഷം ഞാൻ ആദ്യം CVIP എന്നതിനകത്താണ് ടച്ച് ചെയ്യുന്നത്. CVIP1 എന്റെ കൺഗ്രാജുലേഷൻ ഓൺ റീച്ചിങ് CVIP1 ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഞാൻ അതിൽ 20% കമ്മീഷൻ എലിജിബിൾ ആയിട്ടുണ്ട്. ഇനി ബാക്കിലേക്ക് പോകുന്നു. ട്രേഡിംഗിന് വേണ്ടി TVIP യുടെ നമ്മൾ ആക്ടിവേഷൻ ചെയ്യണം. TVIP ആക്ടിവേഷൻ ചെയ്യുമ്പോൾ TVIP1 കൺഗ്രാജുലേഷൻ ഓൺ റീച്ചിങ് TVIP1 ഇനി തിരിച്ച് നമ്മൾ ബാക്കിലേക്ക് പോകുന്നു. ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്റെ ഇമെയിൽ കാണിക്കുന്നുണ്ട്. മുകളിൽ കാണുന്ന പ്രൊഫൈൽ എന്ന സെക്ഷനിൽ ഐക്കോണിൽ ടച്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെ TVIP1 SVIP1 CVIP1 ഇത്ര ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ 20% കമ്മീഷൻ എലിജിബിൾ ആണ്. ഇനി നമുക്ക് ചെയ്യുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ചെറിയ ആരോ മാർക്കിൽ ടച്ച് ചെയ്യുക. ഇവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
ഉണ്ട്. അതുപോലെ തന്നെ നിക്ക് നെയിം ഇവിടെ ചേഞ്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് എന്ന സെക്ഷനിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇന്ത്യ ചേഞ്ച് ചെയ്ത് വെക്കാം. ഈ കോൺടാക്ട് എന്ന ഈ സെക്ഷനിൽ റൈറ്റ് സൈഡിൽ ആരോ എന്ന് ടച്ച് ചെയ്യുക. ഇവിടെ ഇപ്പം അമേരിക്കൻ സമോവ എന്നാണ് കാണിക്കുന്നത്. കൺട്രി കാണിക്കുന്നത്. ഫോൺ നമ്പർ കറക്റ്റാണ്. പക്ഷേ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ആരോ എന്ന് ടച്ച് ചെയ്യുക. ടച്ചിന് ശേഷം നമുക്ക് ഇന്ത്യ സെലക്ട് ചെയ്യാം. ടൈപ്പ് ചെയ്താൽ ഇന്ത്യ IND എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇന്ത്യ വരും. ഇന്ത്യ നമുക്ക് സെലക്ട് ചെയ്യാം. സേവ് ഡൺ. ഇന്ത്യ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഇന്ത്യയുടെ ഫ്ലാഗ് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഫ്ലാഗ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഏത് കൺട്രിയാണ് കൺട്രി അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അസറ്റ് എന്ന സെക്ഷനിലേക്ക് പോകുന്നു. അസറ്റിൽ വന്നതിന് ശേഷം ഇവിടെ യു ഗ്യാസ് എന്ന ഈ ഒരു സെക്ഷനിൽ ടച്ച് ചെയ്യുക. യു ഗ്യാസിൽ ടച്ച് ചെയ്യുമ്പോൾ എനിക്ക് CVIP 2 ആണ് പർച്ചേസ് ചെയ്യേണ്ടത്. CVIP ലിമിറ്റഡ് എന്ന ഈ ഒരു സെക്ഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓഫർ ഉണ്ട്. 100 എനിക്ക് ഓൾറെഡി ആക്ടിവേഷൻ ചെയ്തു. CVIP 1 ആക്ടിവേഷൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി CVIP 2 ൽ $480 ആണ് ആവശ്യമുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. CVIP 2 ൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ 480 ആണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് പേ ചെയ്യുന്നത് 390 മതി. 90 ഇവിടെ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ബൈ ചെയ്യുന്നു. പർച്ചേസ് സക്സസ്ഫുൾ എന്ന് കാണിച്ചു. കോൺടാക്ട് കോച്ച് എന്നാണ് പറയുന്നത്. നമുക്ക് കോച്ചിനെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ അപ്ലയൻസ് ആണ് നമ്മുടെ കോച്ച് എന്ന് പറയുന്നത്. നമ്മുടെ അപ്ലയൻസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. തിരിച്ചു പോകുന്നു. തിരിച്ചു പോയ ശേഷം ഇവിടെ ഹോം പേജിൽ വന്നു. ഹോം പേജിൽ ഇവിടെ അസറ്റ് എന്ന സെക്ഷനിൽ വന്നു. അസറ്റ് എന്ന സെക്ഷനിൽ വന്നതിന് ശേഷം കാണുന്നത് നമുക്ക് കോപ്പി ചെയ്യാം. നമ്മുടെ ഐഡി ആണ് ഇവിടെ കാണിക്കുന്നത്. ഐഡി ഒന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഹോം പേജിലേക്ക് പോകും. ഹോം പേജിൽ വരുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ തന്നെ ടെലിഗ്രാം ഉണ്ടെങ്കിൽ ടെലിഗ്രാമിനെ ഇതുമായിട്ട് കണക്ട് ആയിക്കോളും. ടെലിഗ്രാമിന്റെ ഒരു ഐക്കോൺ കാണിക്കുന്ന ടോപ്പിൽ ടെലിഗ്രാമിന്റെ ഐക്കോണിൽ ഒന്ന് ടച്ച് ചെയ്യുക. ഇവിടെ ടെലിഗ്രാമിന്റെ ഐക്കോണിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ സക്സസ്ഫുള്ളി അസോസിയേറ്റഡ് എന്ന് നമ്മുടെ അതേ ഐഡി ഇവിടെ അസോസിയേറ്റഡ് ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ടെലിഗ്രാമിൽ തന്നെ ഏറ്റവും താഴെ മെനു എന്ന സെക്ഷനിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അപ്ഡേറ്റ് CVIP എന്ന് കാണിക്കും. പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അപ്ലൈൻ ആണ് ചെയ്തത്. CVIP 3 and above ആണ് ചെയ്ത് തരുന്നത്. പ്രോസസ് ഇങ്ങനെയാണ്. നമ്മുടെ സെൻഡ് ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ അപ്ലൈൻ ഇത് അപ്ഡേറ്റ് ചെയ്ത് തരും. ഇത്രയും ശേഷം നമ്മുടെ ഹോം പേജിൽ വന്നതിന് ശേഷം ഇവിടെ 57,000 പെൻഡിംഗ് ഗ്യാസ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് ലഭിക്കുന്നത് എത്രയാണ് നോക്കുക. 15,000 പ്ലസ് 57,000 72,000 ഗ്യാസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് ഒരു പെൻഡിംഗ് ആണ് കാണിക്കുന്നത്. പെൻഡിംഗ് ആണെങ്കിൽ നമുക്ക് ആക്ടിവേഷൻ ആകണം. ഇവിടെ CVIP 1 ആണ്. നമുക്ക് ഹോം പേജിൽ പോയതിനു ശേഷം CVIP ൽ ടച്ച് ചെയ്യുക. ഇവിടെ കാണാൻ പറ്റും പർച്ചേസ്ഡ് ആൻഡ് അൺആക്ടിവേറ്റഡ് ആണ് കാണിക്കുന്നത്. ഇവിടെ പറയുന്നത് കോൺടാക്ട് കോച്ചിനെ കോൺടാക്ട് ചെയ്യാൻ പറയുന്നത്. അപ്ലൈനെ കോൺടാക്ട് ചെയ്താൽ അവരെ ഹെൽപ്പ് ചെയ്തിരുന്നതാണ്. CVIP ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും CVIP 2 കൺഗ്രാജുലേഷൻ ഓൺ റീച്ചിങ് CVIP 2 ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്യാം. ഈ ഒരു ഐഡിയിൽ 30% കമ്മീഷൻ ഇത് എലിജിബിൾ ആയിട്ടുണ്ട്. ഇനി ബാക്കിലേക്ക് പോകുന്നു. ഇനി TVIP എന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ TVIP 2 ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് ട്രേഡിംഗ് വോളിയം ഇവിടെ കൂട്ടിയിടാം. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. അതിനുശേഷം ട്രേഡ് എന്ന സെക്ഷനിൽ പോകുന്നു. ട്രേഡ് എന്ന സെക്ഷനിൽ വന്നു കഴിയുമ്പോൾ സ്പോട്ട് ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് ഇതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം എനിക്ക് 2000 വരെ യൂസ് ചെയ്യാൻ പറ്റും. 2000 ഞാൻ ഇവിടെ സെലക്ട് ചെയ്യണം. 2000 സെലക്ട് ചെയ്തതിന് ശേഷം 30 ദിവസത്തെ ഡാറ്റ ഇവിടെ ചെയ്യുന്നു. 30,000 ഗ്യാസ് ആണ് ഇതിനകത്ത് തീരണം. എനിക്ക് 72,000 ഗ്യാസ് ആണ് ടോട്ടൽ ഉള്ളത്. നമ്മുടെ പാക്കേജ് അക്കോർഡിംഗ് ആണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. നമ്മൾ ഏറ്റവും ചെറിയ 100 ആണെങ്കിൽ 500 മാത്രമാണ് അതിനകത്ത് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അതിന് വലിയ പാക്കേജ് എടുത്തതുകൊണ്ടാണ് $490 ആണ് നിങ്ങൾ ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ $2,000 വരെ ഇവിടെ ട്രേഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇവിടെ ലോഞ്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് ഹാസ് ലോഞ്ച് സക്സസ്ഫുള്ളി. ദ റോബോട്ട് സ്റ്റാർട്ട് ഓട്ടോമാറ്റിക്കലി വിത്തിൻ 5 to 10 minutes. ഓക്കെ കൊടുത്തു. ഇവിടെ $2,000 ആണ് ഇവിടെ ട്രേഡ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അസറ്റിൽ പോകാം. ഇവിടെ യു ഗ്യാസ് ഇവിടെ റിലീസ് ആയിട്ടുണ്ട്. പെൻഡിംഗ് ഗ്യാസ് ഹാസ് ബീൻ ക്ലെയിംഡ് സക്സസ്ഫുള്ളി. ഇത് വന്നിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ 72,000 ഗ്യാസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്റെ ബൈനാൻസിൽ ഉള്ള എമൗണ്ട് വന്നത് 2,714 ആണ്. 714 ഇവിടെ മാറ്റി ഫ്യൂച്ചറിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. 2,000 സ്പോട്ടിലുണ്ട്. ഇവിടെ ഹോം പേജിലേക്ക് വന്നു. ഹോം പേജിൽ അസറ്റിൽ പോകുന്നു. അസറ്റിൽ ഞാൻ ബൈനാൻസിൽ 2,000 ആണ് സ്പോട്ടിൽ ഇട്ടത്. 713 ആണ് ഫ്യൂച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ സ്പോട്ടിൽ 2,000 ആണ് അവൈലബിൾ USDT. ഇനി ഫ്യൂച്ചറിൽ 713 ആണ്. ഇനി ഫ്യൂച്ചറിലെ ട്രേഡ് ആക്ടിവേഷൻ ചെയ്യാം. ട്രേഡ് സെക്ഷനിൽ പോകുക. ട്രേഡ് സെക്ഷനിൽ പോയതിനു ശേഷം ഫ്യൂച്ചർ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് ഫ്യൂച്ചർ നമുക്ക് ആക്ടിവേഷൻ ചെയ്യാം. ഇവിടെ 30 ദിവസത്തെ പ്ലാൻ എടുത്ത് എനിക്ക് 500 മാത്രം 2,000 വരെ എടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് 700 ഉണ്ടെങ്കിലും 500 പാക്കേജ് ആണ് ഉള്ളത്. 500 പിന്നെ 1000 പിന്നെ 2000. അപ്പോൾ ഞാൻ 30 ദിവസത്തെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ലോഞ്ച് ചെയ്യുന്നു. ഇവിടെ 500 ട്രേഡിംഗ് എടുക്കും. ലോഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് ഹാസ് ലോഞ്ച് സക്സസ്ഫുള്ളി. ദ റോബോട്ട് സ്റ്റാർട്ട് ഓട്ടോമാറ്റിക്കലി വിത്തിൻ 5 to 10 minutes. പിന്നെ സ്പോട്ടിലും ഫ്യൂച്ചറിലും എന്റെ ട്രേഡ് സ്റ്റാർട്ട് ആയിരിക്കണം. ഇവിടെ എനിക്ക് സ്പോട്ടിൽ 2,000 ഫ്യൂച്ചറിൽ 500 ആണ് ഇവിടെ ട്രേഡ് ഉപയോഗിക്കുന്നത്. ഇത് ഓട്ടോമേറ്റഡ് ട്രേഡ് ആണ്. ഇനി റോബോട്ടിനകത്ത് നമുക്ക് ടച്ച് ചെയ്ത് കാണാൻ പറ്റും ട്രേഡ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതുപോലെ ബൈനാൻസിലും സെയിം ഡാറ്റ നമുക്ക് കാണിക്കും. ബൈനാൻസിൽ സ്പോട്ടിൽ 2,000 ആണ് ഫ്യൂച്ചറിൽ 713 ആണ് മാറ്റിയിട്ടുള്ളത്. ഇത് ഓട്ടോമേറ്റഡ് ആയിട്ട് ട്രേഡ് എടുക്കുന്നതാണ്. തിരിച്ച് വാലറ്റിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് നമുക്ക് ഇവിടെയാണ് കാണാൻ പറ്റുന്നത്. ഗ്യാസിനെ കുറിച്ച് ആണെന്നുണ്ടെങ്കിൽ അസറ്റ് എന്ന സെക്ഷനിൽ പോയാൽ ആ ഒരു പേജ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ട്രേഡിംഗ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അർത്ഥം. കാരണം ഇവിടെ ഗ്യാസ് കുറഞ്ഞിട്ടുണ്ട്. ട്രേഡിംഗ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇവിടെ ട്രേഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സ്പോട്ടിലെ ട്രേഡ് ആണ്. സ്പോട്ടിൽ ട്രേഡ് നടക്കുകയാണ്. സ്പോട്ടിൽ ഒരു ട്രേഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് റണ്ണിംഗിലാണ്. ഇങ്ങനെ കുറേ സമയത്തിന് ശേഷം മുഴുവൻ ട്രേഡ് ഓട്ടോമേറ്റഡ് ട്രേഡ് എടുക്കും. പ്രോഫിറ്റ് മാത്രമാണ് ട്രേഡ് ക്ലോസ് ചെയ്യുന്നത്. ഇത് വളരെ നല്ലൊരു ബോട്ടായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. കാരണം എന്റെ വാലറ്റിൽ ലെഫ്റ്റ് സൈഡിൽ മൊബൈൽ ഞാൻ കാണിക്കാം. ഈ ലെഫ്റ്റ് മൊബൈലിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ് പ്രോഫിറ്റ് ഉള്ളത്. പ്രോഫിറ്റ് ടച്ച് ചെയ്താൽ മതി. $105 പ്രോഫിറ്റ് ആണ്. ഇവിടെ ട്രേഡിംഗിന്റെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം.